ഇപ്പം കാലിൽ അമ്പുകൊണ്ട് മരിക്കുന്ന കൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പുകൊണ്ട് അക്കിലസും മരിക്കുന്നുണ്ട്. നാരായണത്തു ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ ഗ്രീക്ക് പുരാണത്തിലുണ്ട്, സിസിഫിസ്. പക്ഷെ നമുക്കറിയില്ല. അതായത് നമ്മിൽ എത്രയെല്ലാം പാരമ്പര്യങ്ങൾ കൂടിക്കലർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്ലൂരാലിറ്റി, നമ്മുടെ ഉണ്മയുടെ അടിസ്ഥാനപരമായ ഒരു ബഹുത്വത്തെ നമുക്കറിയില്ല. അത് പറഞ്ഞുറപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ ഒരു ശ്രമവും ഫലപ്രദമായിട്ടുണ്ടായില്ല. അക്കാഡമീഷ്യന്മാർ പൊട്ടുംപിടിയായിട്ടൊക്കെ അവിടെ ഇവിടെ പറഞ്ഞു. പക്ഷെ പൊതുബോധത്തെ സംബന്ധിച്ച് അതൊട്ടും എന്താ പറയുക, സ്ഥാപിക്കപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ വാൽമീകി രാമായണത്തിൽ നിന്നുള്ള പൊടിപ്പുകളാണ് മറ്റെല്ലാം രാമായണ കഥകളും എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇന്ത്യയിൽ ഭൂരിപക്ഷവും. അല്ലാതെ വാൽമീകി രാമായണം ഇന്ത്യയിലെ അനവധി രാമായണ പാഠങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും രാമകഥയ്ക്ക് വാൽമീകി രാമായണത്തെക്കാൾ വളരെയധികം പഴക്കമുണ്ടെന്നും ഇന്ത്യയിലെ ഒരു 99% ആളുകൾക്കും അറിവുണ്ടാവില്ല. ഇത് ഞാൻ പറയുന്നത് ഇതൊരു അക്കാഡമിക് ഇഷ്യൂ അല്ല. ഈ ഞാൻ പറഞ്ഞ തിരിച്ചറിവുണ്ടെങ്കിലേ രാമകഥയാണ് പ്രാഥമികം. അത് പലതരത്തിൽ പറഞ്ഞതിൽ ഒരു കഥയാണ് വാൽമീകി രാമായണം. അതിൻ്റെയും പിൽക്കാല വെർഷനാണ് നമ്മുടെ തുളസീദാസിൻ്റെ രാമചരിതമാനസം എന്ന നിലയിൽ ഇതിനെ ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ രാമനെ ചൊല്ലിയുള്ള ഈ ബലംപിടുത്തം കുറേ അവസാനിക്കും. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.